CLF ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കറണ്ട് അസറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കുമാണ്. ഇവിടെ കറണ്ട് അസറ്റിൽ നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ CLFൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ ബാങ്കും യൂണിയൻ ബാങ്കിലെ ഇന്ന അക്കൗണ്ടിലെ എത്ര ബാലൻസ് ഉണ്ടോ അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് തന്നെയായിരിക്കും. 31 മാർച്ച് 2024 സെലക്ട് ചെയ്ത് ഇവിടെ സേവ് കൊടുക്കുക. അങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും ആ 31 മാർച്ച് 2024 എത്രയാണോ ക്യാഷറ്റ് ബാങ്ക് ഉള്ളത് അതിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത് തെറ്റിപ്പോയി എന്നുള്ളതാണെങ്കിൽ അവിടെ ഒരു പെൻസിൽ മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ അപ്ഡേറ്റാണ് വരിക, സേവ് അല്ല അപ്ഡേറ്റ് വരും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. അന്നേരം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സേവ് ആയിക്കോളും. അങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും ക്യാഷറ്റ് ബാങ്ക് നമുക്കിതുപോലെ എൻ്റർ ചെയ്യാനും തിരുത്താനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ക്യാഷറ്റ് ബാങ്കും ഈ പറഞ്ഞ പോലെ കറണ്ട് അസറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണോ എമൗണ്ട് 31 മാർച്ച് 2024 അത് എത്രയാണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ 0 കൊടുക്കുക. എന്നിട്ട് 31 മാർച്ച് തന്നെ ക്ലോസിങ് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇതാണ് നമുക്ക് ഇനീഷ്യലി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 ട്രാൻസാക്ഷൻസ്.